ഹലോ നമസ്കാരം. അശ്വതിയുടെ ഫ്രണ്ടിൻ്റെ വളരെ കാലത്തെ ഹാർഡ് വർക്കിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഡ്രീം ഫുൾഫിൽ ചെയ്ത ദിവസം അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അശ്വതി ഓർഡർ ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ടെൻഡർ കോക്കനട്ട് കേക്കാണ് കേട്ടോ ഇത്. നമ്മൾ നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ എടുക്കുന്ന ആ എഫേർട്ടിൻ്റെ കൂടെ ഒരുപാട് പേരുടെ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് സപ്പോർട്ട് ഉണ്ടാവാറുണ്ടല്ലേ, അതെല്ലാവർക്കും കാണും. ഇപ്പോൾ ഈ കേക്കിനെ പറ്റിയിട്ട് പറയുമ്പം ഇങ്ങനെ ഫ്രണ്ടിൻ്റെ അച്ചീവ്മെൻറ്റിനെ പറ്റി ഒന്നോ രണ്ടോ സെൻറ്റൻസാണ് അശ്വതി പറഞ്ഞതെങ്കിലും അതിൽ കൂടുതലും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയത് അശ്വതിയുടെ സ്നേഹവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിരുന്നു. ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ ജേർണിയിലുണ്ടാവും. അവർക്ക് ചിലർക്ക് വലിയ റോളായിരിക്കും, ചിലർ ചെറിയ ചെറിയ റോളിലായിരിക്കും ഉണ്ടായിരിക്കുക. കൊച്ചിയിൽ ഞാൻ വന്ന സമയത്ത് 0% ആയിരുന്നു എൻ്റെ കോൺടാക്റ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നെ വളരെ ചെറിയ സർക്കിളിൽ മാത്രം അറിയുന്ന ഒരു കുഞ്ഞ് ബേക്കറായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് എന്നെ നമ്മുടെ അടുത്തുള്ള ഡിസ്ട്രിക്റ്റിലെ ഒരു ബേക്കർ വിളിക്കുന്നത്. അവർ അന്നത്തെ എന്നെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും വലിയൊരു ബേക്കറാണ് കേട്ടോ. എൻ്റെ ഈ പരിമിതമായ സർക്കിളിൽ നിന്ന് എങ്ങനെയോ നമ്മുടെ മാക്രോൺസിനെ പറ്റിയിട്ട് അവരറിഞ്ഞു. അങ്ങനെ സംസാരിച്ച് കുറേ കാലത്തേക്ക് ഞാൻ അവർക്ക് മാക്രോൺസ് സപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അതുകൂടാണ്ട് വേറെയും എൻ്റെ കുറേ പ്രോഡക്ട്സ് അവരെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ ബെസ്റ്റ് സെല്ലേഴ്സിൽ ഒരെണ്ണമായിട്ടുള്ള ലെമൺ കേക്ക് അവർ കഴിക്കാനിടയായി. കഴിച്ച ഉടനെ തന്നെ അവരെന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ദീപ ഇത് ഞാൻ ഒരു സീസൺ വരാൻ പോവാണ്, ആ സീസണിൽ അവരുടെ പ്രോഡക്റ്റായിട്ട് ഇത് ലോഞ്ച് ചെയ്തോട്ടെ ചോദിച്ചു. ഞാനപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു. എനിക്ക് അന്നും ഇന്നും വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആരെനിക്ക് വർക്ക് തരുന്നു ഞാൻ വർക്ക് ചെയ്യും. കാരണം അത്രയും ഞാൻ ഡെയിലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സംഭവം, ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സംഭവം ബേക്കിംഗ് ആണ്. അപ്പം ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, എന്താണെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് അവരുടെ പേജിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്, അന്ന് സോഷ്യൽ മീഡിയയിൽ ആദ്യകാലങ്ങളിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഫ്രണ്ടാണ് മഞ്ജു ജയൻ. അപ്പം ഞങ്ങൾ ആ സമയത്ത് എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വളരെ നല്ല, എനിക്ക് ഒരുപാട് കടപ്പാടുള്ളൊരു വ്യക്തിയാണ് മഞ്ജുവിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ മഞ്ജുവിന് അതൊട്ടും ആക്സെപ്റ്റബിൾ ആയില്ല. മഞ്ജു ഇവരുടെ ഇങ്ങനെ പേജൊക്കെ കണ്ടിട്ട് പറഞ്ഞു, ദീപ അത് ദീപയുടെ ഹാർഡ് വർക്ക് അല്ലേ, അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും ദീപയുടെ പേരൊന്ന് മെൻഷൻ ചെയ്യാമായിരുന്നില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു അവരവരുടെ പ്രോഡക്റ്റായിട്ട് ലോഞ്ച് ചെയ്യുമ്പോൾ എൻ്റെ പേര് അവർ അങ്ങനെ ചെയ്യുമോ. അപ്പോൾ മഞ്ജു പറഞ്ഞൊരു കാര്യമുണ്ട്, അത് എൻ്റെ ജേർണിയിൽ ത്രൂ ഔട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മഞ്ജു പറഞ്ഞു, ദീപ ആർക്കും വേണ്ടിയിട്ട് ആരുടെയും അണ്ടറിൽ വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല, ദീപയുടെ കാലിബർ ദീപ തിരിച്ചറിയാഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് ചിരിച്ചു തള്ളിയെങ്കിലും പക്ഷെ എൻ്റെ ഉള്ളിൽ നിന്ന് അത് പോയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ഓട്ടത്തിനിടയ്ക്കുള്ള ഫ്യൂവലായിട്ട് അത് എന്നും എൻ്റെ ഉള്ളിലുണ്ട്. ഇങ്ങനെ നമ്മുടെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവില്ലേ, നമ്മൾ തിരിച്ചറിയണതിന് മുമ്പ് നമ്മുടെ കഴിവ് തിരിച്ചറിഞ്ഞിട്ട് നമ്മളെ ഗൈഡ് ചെയ്തിട്ടുള്ള ആരെങ്കിലുമൊക്കെ, ചില സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ, നമുക്ക് ലൈറ്റായിട്ട് മാറിയിട്ടുള്ള ആരെങ്കിലുമൊക്കെ. അങ്ങനെ ഒരാളാണ് എൻ്റെ ലൈഫിൽ മഞ്ജു ജയൻ. ഇത് കാണുന്നുണ്ടോ ആവോ. മഞ്ജുവായിട്ട് എന്നും എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ അത് എന്നോ എവിടെയോ വെച്ച് കട്ടായിപ്പോയി.